മാരകമായിട്ടുള്ള കോംപ്ലാൻ, ഇതിനേക്കാളും മാരകമായിട്ടുള്ള സെറിലാക്, ഇതിനേക്കാളും മാരകമായിട്ടുള്ള ബൂസ്റ്റ്, ഹോർലിക്സ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഫുൾ ഷുഗർ. ഹലോ, ഇതില് കറക്റ്റ് അല്ല. ആ ഷുഗർ എന്തിനാ ചേർത്തെന്ന് അറിയാം ഇതില്? കാരണം ഇതിൽ പച്ച മരുന്നുകൾ 10 എണ്ണമാണ്. 10 ബൊട്ടാനിക്കൽസ്. ഈ 10 പച്ചമരുന്നുകളും ചേർക്കുമ്പോൾ കുട്ടികളെല്ലാം നമുക്ക് പോലും കഴിക്കാൻ അതിന്റെ ചവർ അനുഭവപ്പെടും. അപ്പൊ അതിനെ ആ ടേസ്റ്റ് കൗണ്ടർ ചെയ്യാൻ വേണ്ടി മാത്രം ആരോഗ്യപരമായിട്ടുള്ള അളവിൽ ഷുഗർ ചേർത്തിരിക്കുന്നത്. അങ്ങനെ ഇത് ദോഷകരമായി ചെയ്യുന്നതാണെങ്കിൽ ഇതിന് ഈ ക്ലിനിക്കലി പ്രൂവൻ സർട്ടിഫിക്കറ്റ് കിട്ടുമായിരുന്നോ സുഹൃത്തെ? കിട്ടുമായിരുന്നോ? അണ്ടർസ്റ്റാൻഡ്, റൈറ്റ്? ഓക്കെ. ഇനി ഒരു ന്യൂട്രിചാർജ് DHA ട്വിസ്റ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമ്മുടെ ന്യൂട്രിചാർജ് കിഡ്സിന്റെ അകത്ത് DHA ഉണ്ട്. ഇവിടെ കണ്ടില്ല എഴുതി വെച്ചിരിക്കുന്നത്? ഹലോ, DHA FOS. DHA ആണ് ബ്രെയിൻ ഡെവലപ്മെന്റിനും കണ്ണിനെല്ലാം ആവശ്യമുള്ളത്. അതുപോലെ FOS എന്ന് പറഞ്ഞാൽ ഫ്രക്ടോ ഒലിഗോസാക്കറൈഡ്സ്. അത് കാർബോഹൈഡ്രേറ്റിന്റെ വേറൊരു ഭാഗമാണ്. ഇറ്റ്സ് എ പ്രീബയോട്ടിക്. അപ്പം ഈ പറയുന്ന ഇതില് DHA ഉണ്ട്, പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ടാവില്ല. കാരണം കുറെ സാധനങ്ങൾ ചേർത്തുള്ളതല്ലേ. അപ്പൊ ഇതിന്റെ കൂടെ ഈ DHA ട്വിസ്റ്റും കൂടി നമ്മൾ ചേർത്ത് കൊടുത്താൽ നിങ്ങളുടെ കൊച്ചു വാവുണ്ടല്ലോ, അപാര ബ്രെയിനിയും അപാര ഓർമ്മശക്തി ഉള്ളവനും, ഒരു കാര്യം കേട്ടാലും ഒരു കാര്യം കണ്ടാൽ അബ്സോർബ് ചെയ്ത് മനസ്സിൽ വെക്കുന്നതും, അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ചശക്തി ഉള്ള ഒരു കുട്ടിയെ മാറും. ഹലോ, അതിൽ കൂടെ തന്നെ വേറൊരു കാര്യം എന്ന് പറയോ, ഇതിൽ എന്താ ഉള്ളത്, എങ്ങനെയാ കൊടുക്കേണ്ടത്? ഈ ഒരു ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ 50 മില്ലിഗ്രാം DHA. അപ്പോൾ 6 മാസം മുതൽ 2 വയസ്സ് വരെ ഒരു ക്യാപ്സ്യൂൾ, അതിനർത്ഥം 50 മില്ലിഗ്രാം DHA. 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് ഇതുപോലത്തെ 2 എണ്ണം. അപ്പൊ ന്യൂട്രിചാർജ് കിഡ്സിന്റെ അകത്ത് തന്നെ ഇത് പൊട്ടിച്ച് കലക്കി കൊടുത്താൽ മതി. ഇത് പൊട്ടിച്ച് വേണം കൊടുക്കുക കേട്ടോ. ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ തിരിക്കുക, ഇത് പൊട്ടും, എന്നിട്ട് പിഴിയുക, മിക്സ് ചെയ്യുക, കൊടുക്കുക. ഒന്നുകിൽ കിഡ്സിന്റെ കൂടെ കൊടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കൂടെ കൊടുക്കാൻ പറ്റും. ഇനി 6 വയസ്സ് മുതൽ 10 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനത്തെ 3 ക്യാപ്സ്യൂൾ, അതായത് 150 മില്ലിഗ്രാം. അങ്ങനെ ഇത് രണ്ടും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള വളർച്ച വളരെ ഗംഭീരമായിട്ടുണ്ടാവും. ഹലോ, അപ്പൊ ഇത് രണ്ടും കൊടുക്കണം. ഇതിന്റെ കൂടെ ഇപ്പൊ 6 മാസമുള്ള ഒരു കുട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കൊച്ച് ഇപ്പോഴും അമ്മയുടെ പാല് കുടിക്കുന്നതായിരിക്കും, അല്ലെ? അപ്പൊ അമ്മയുടെ പാല് കുടിക്കുമ്പോൾ എന്തായാലും ഈ മുലയൂട്ടുന്ന അമ്മമാർക്ക് നമ്മൾ ന്യൂട്രിചാർജ് DHA 2 നേരം കൊടുക്കുന്നുണ്ട്. അപ്പൊ ന്യൂട്രിചാർജ് DHA 2 നേരം അമ്മയിൽ കൂടെയും ഈ കുട്ടി കിട്ടുന്നു, ന്യൂട്രിചാർജ് കിഡ്സിന്റെ കൂടെ കിട്ടുന്നു, അതിന്റെ കൂടെ ന്യൂട്രിചാർജ് DHA ട്വിസ്റ്റിന്റെ കൂടെ കിട്ടുന്നു. ആൽബർട്ട് ഐൻസ്റ്റൈൻ അപാര ബുദ്ധിശക്തിയുള്ള കുട്ടിയായിരിക്കും. കഴിഞ്ഞ ദിവസം സാറെ എന്നെ വിളിച്ചു പറഞ്ഞു, ആരാ എനിക്ക് ഓർമ്മയില്ല, എന്റെ സാറെ ഒരു രക്ഷയില്ല കേട്ടോ, എന്താ എല്ലാം അടിച്ച് പൊട്ടിച്ച് കംപ്ലീറ്റ് ആക്റ്റീവാണ്. അപ്പൊ ഞാൻ എന്താ പൊട്ടിച്ചത്? ബക്കറ്റൊക്കെ എടുത്തൊരു ഏറാണ്. അപ്പൊ ഞാൻ എനിക്കൊന്നും പറയാൻ കിട്ടിയില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല വേണം, ഇപ്പോൾ ബക്കറ്റിൽ പൊട്ടിക്കുന്നത്, കുറച്ച് കാലം കഴിഞ്ഞാൽ റിക്കോർഡ്സുകൾ പൊട്ടിക്കും അല്ലേ പറയാൻ പറ്റും. ഈ പൊട്ടിക്കുന്നത് കണ്ടിട്ട് പേടിക്കാൻ പാടില്ല, കാരണം ഇനി വലുതായി കഴിഞ്ഞാൽ പലതും പൊട്ടിക്കും. ആ പൊട്ടിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്. യെസോണോ സാർ? അതുകൊണ്ട് കഴിക്കട്ടെ കഴിക്കട്ടെ കഴിക്കട്ടെ. ആ പറയൂ, പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. നമസ്കാരം, JRCM. എൻ്റെ പേര് സജിത. ഞാൻ വടക്കാഞ്ചേരിയിൽ നിന്നാണ് വരുന്നത്. ടെക്നിക്കൽ അച്ചീവറാണ്. എനിക്ക് 3 പേരക്കുട്ടികളുണ്ട്. അപ്പോൾ അതിൽ മൂത്ത മോളുടെ 2ാമത്തെ കുട്ടിക്ക് 1 വയസ്സിൻ്റെ ആ പിറന്നാളിൻ്റെ അന്ന് മോള് പുറകോട്ട് തലയടിച്ച് വീണു. അങ്ങനെ ബ്ലഡ് കോട്ട് ചെയ്തിട്ട് ICUലായി. അപ്പോൾ ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചെറുതായിട്ട് ഓർമ്മയൊക്കെ വന്ന സമയത്ത് ഈ DHA ടിസ്റ്റും ന്യൂട്രിചാർജ് കിഡ്സും കൂടിയിട്ട് ഉണ്ണിക്ക് കലക്കിയിട്ട്, ഡോക്ടർമാരൊന്നും അറിയില്ല, കുട്ടി അമ്മയ്ക്ക് പോലും അറിയില്ല, അച്ഛനും അറിയില്ല. ഞാൻ കുറേശ്ശെ ഉണ്ണീനെ ICUയിൽ കയറി കാണുന്ന സമയത്ത് അവൾക്ക് കൊടുത്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാർക്ക് പോലും ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടായി നിന്ന സമയത്ത് എൻ്റെ മോള് ജീവിതത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ തിരിച്ചു വന്നു. 2 ആഴ്ചയോളം മോൾ ICUലായിരുന്നു. ഭയങ്കര നല്ല റിസൾട്ടാണ് കിട്ടിയത്. ആ DHA ടെസ്റ്റിൻ്റെ ടേസ്റ്റ് കാരണം, അല്ല അവൾക്ക് അന്ന് കൊടുത്ത കാരണം, ഇപ്പോൾ അവള് ദിവസം 2 എണ്ണം എന്നോട് ചോദിച്ച് മേടിച്ചു. 1.5 വയസ്സായിട്ടുള്ളൂ. നന്നായി വർത്തമാനം പറയും,
കടിച്ച് നിറയെ പല്ലൊക്കെ വന്നു. അപ്പോൾ കടിച്ച് മുറിച്ച് കഴിക്കും. 2 പേരക്കുട്ടികൾ കഴിക്കുന്ന കണ്ടിട്ട് ഇപ്പോൾ 1 വയസ്സായ മോളും അതേമാതിരി കടിച്ച് മുറിച്ച് കഴിക്കാൻ തുടങ്ങി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കിട്ടിയ റിസൾട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെക്കാട്ടും കൂടുതൽ നമ്മൾ അമ്മൂമ്മമാരായാലും അങ്ങനെയായാലും നമുക്ക് പേരക്കുട്ടികളോട് കൂടുതൽ സ്നേഹം ഉണ്ടാവുക. ആ സമയത്ത് അവർക്കൊരു അപകടം പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. എൻ്റെ മക്കൾക്ക് പോലും അറിയാത്തത് ഞങ്ങൾക്ക് 2 പേർക്ക് അറിയുള്ളൂ. ചന്ദ്രസാറിന് എനിക്ക് മാത്രമേ അറിയുള്ളൂ ഉണ്ണിക്ക് ഇത് കൊടുത്ത കാര്യം. ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് നമുക്ക് സ്മഗിൾ ചെയ്ത് മയക്കുമരുന്ന് കൊടുക്കുന്ന പോലെ കൊടുക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വല്ലാത്ത വിഷമമാണ്. പക്ഷേ ആ അമ്മൂമ്മയുടെ മുഖത്ത് കാണുന്ന സന്തോഷം കാണുമ്പോൾ എൻ്റെ മനസ്സങ്ങ് സന്തോഷം കൊണ്ടങ്ങ്